ഗുരവേ നമഃ. നമഃ പുണ്യരായ ദേവകീ നമഃ. നമസ്കാരം. എൻ്റെ പേര് കേശവൻ നമ്പൂതിരി. ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരുശാന്തിയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം ശ്രീ ശങ്കര സുബ്രഹ്മണ്യനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഗുരുവായൂരിൽ വന്നിട്ട് ഞാനായിട്ട് പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു 20 വർഷത്തോളം. അദ്ദേഹം പാരമ്പര്യമായിട്ട് ശ്രീ ചെട്ടല്ലൂർ കൃഷ്ണൻകുട്ടി ഉപ്പൻ്റെ ശിഷ്യനായിട്ട് അങ്ങനെ അവിടെ നിന്ന് ഗുരുപരമ്പരയായിട്ട് പഠിച്ചു വന്നതാണ്. അദ്ദേഹത്തിനെ പറ്റി പറയാം. ആദ്യം നമുക്ക് ജ്യോതിഷത്തിനെ പറ്റി ഒരു 2 വാക്ക് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ പറ്റി പറയാം. ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുനീശ്വരന്മാര് സൃഷ്ടിച്ചുള്ള ഒരു ഇതാണ് ജ്യോതിഷം. ശരിക്കത് വേദസ്യ രക്ഷു എന്ന് പറയും ഈ ജ്യോതിഷത്തിനെ പറ്റി. കാരണം എന്താ വെച്ചാൽ വേദത്തിന്റെ കണ്ണാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. എന്താണ് ജ്യോതിഷത്തിന്റെ ഉദ്ദേശം, എന്താണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും മുമ്പേ ചരിക്കുന്നതാണ് കാലം. കാലം നമുക്ക് മുമ്പേ സഞ്ചരിക്കുന്നത്. അതേമാതിരി നമുക്ക് മുമ്പേ സഞ്ചരിച്ച് നാളെ വരാൻ പോകുന്ന ഗതിവിഗതികളെ പറ്റി അറിഞ്ഞ് അതിന് ഈശ്വര സേവ ചെയ്ത് നമുക്ക് അതിന് ഏതൊക്കെ തരത്തിൽ രക്ഷപ്പെടാം. അല്ലെങ്കിൽ നമുക്ക് ശരിക്ക് ഒരു മനുഷ്യരെ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കേണ്ട സമയം ഏകദേശം കൂടിയിട്ടുണ്ട്. പക്ഷെ ഈ ജീവിതത്തിൽ കുറെ മരണഖണ്ഡങ്ങൾ, ആ മരണഖണ്ഡങ്ങളെ നമുക്ക് ഈശ്വര സേവയാലും ഇപ്പൊ പല ആചാര്യന്മാരും മുൻകൂട്ടി മരണത്തിനെ കണ്ടിട്ട് അതിനനുസരിച്ച് ഈശ്വരനെ സേവ ചെയ്ത് ഭഗവത്പാദം പൂജിക്കും. അപ്പൊ നമുക്ക് മുമ്പേ ചരിക്കണ നമ്മളെക്കാളും മുൻകണ്ണുള്ള ഒരു വസ്തു, അതായിട്ട് നമ്മുടെ ജ്യോതിഷത്തിനെ കണ്ടാണ്. ഈ ജ്യോതിഷം ഇന്നത്തെ ആധുനിക യുഗത്തിൽ നമുക്ക് അത് ശരിയാവും. എത്രയോ 5000, 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായുള്ളതാണ്. ജ്യോതിഷം സത്യമാവും എന്നുള്ളത് കറക്റ്റാണ്. അതായത് നമ്മുടെ ഏത് കാര്യത്തിനും നമ്മുടെ അനുഭവം തന്നെയാണ് നമ്മുടെ അനുഭവം. നമുക്ക് അനുഭവം ഉണ്ടോ നമുക്ക് അതിൽ വിശ്വസിക്കാം. അപ്പൊ നമ്മുടെ മുമ്പ് നടന്ന നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഗുരുനാഥനായിട്ട് നമ്മൾ കണക്കാക്കണം. പക്ഷെ എവിടെ ജ്യോതിഷം തെറ്റുന്നത് അത് അന്ധവിശ്വാസമാണ് പറയാൻ കാരണം എന്താ? അതിനെ നമ്മൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ അത് എപ്പോഴും അതൊരു അന്ധവിശ്വാസം. അതേമാതിരി അത് കറക്റ്റായിട്ട് അത് പറയുന്ന കാര്യങ്ങൾ പഠിക്കാൻ. ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം സത്യസന്ധമായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിനൊക്കെ ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂർ വന്നിട്ട്
അദ്ദേഹത്തിന് ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഏറ്റവും നല്ലൊരു വീടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. ഇനി ഇവിടെ നാൾക്ക് നാൾ അദ്ദേഹത്തിന് അഭിവൃദ്ധി പ്രാപിക്കട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ധാരാളം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഉപദേശം കിട്ടി ഓരോ കാര്യങ്ങളൊക്കെ നേരെയായിട്ട് മുന്നോട്ട് വരട്ടെയാണ് ആശംസിക്കുന്നു. ജ്യോതിശാസ്ത്രം ഒരു ശാസ്ത്രമാണ്. ആധുനിക യുഗത്തിൽ ജ്യോതിഷത്തെക്കുറിച്ച് ഭാരതത്തിൽ മാത്രമാണ് ഇത്രയേറെ ഗവേഷണങ്ങൾ നടക്കുന്നത്. നമ്മൾ വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന മറ്റു പല രാജ്യങ്ങളിലും, അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലായാലും ആസ്ട്രോണമിയെക്കുറിച്ചും ആസ്ട്രോളജിയെക്കുറിച്ചൊന്നും ഒരു ഗവേഷണവും നടന്നിട്ടില്ല. ഗവേഷണങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത് ഭാരതത്തിൽ മാത്രമാണ്. അതും ഏതെങ്കിലും കോളേജിലോ യൂണിവേഴ്സിറ്റികളിലോ ഒരു ഗവേഷണ പദ്ധതിയായിട്ടല്ല ഇത് വളർന്നു വന്നിട്ടുള്ളത്. മറിച്ച് അത് വളർന്നു വന്നത് ഗുരുകുല സമ്പ്രദായത്തിലാണ്. ഇവിടെ നമ്മുടെ ശങ്കര സുബ്രഹ്മണ്യനും ആ ഗുരു പരമ്പരയുടെ ഭാഗമാണ്. നേരത്തെ കേശവനമ്പൂരി സൂചിപ്പിച്ചതുപോലെ ചെത്തലൂർ കൃഷ്ണകുട്ടിക്കുട്ടൻ്റെ മരുമകനായി അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് ഗുരുകുല സമ്പ്രദായം അനുസരിച്ച് പഠിച്ച് തന്നെയാണ് ഇവിടെ അദ്ദേഹം ഇവിടുത്തെ ഒരു ജ്യോതിഷിയായിട്ട് വളർന്നു വന്നത്. മാത്രമല്ല, നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പഞ്ചാബം തന്നെ കളിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ്. ആ ഗുരുനാഥൻ്റെ പരമ്പരയിൽ നിന്നുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം ഗുരുവായൂരിൽ വീണ്ടും തിരിച്ചെത്തുന്നു എന്നത് ഒരു സുഹൃതമായിട്ട് കാണുകയാണ്. ആ സുഹൃതം മാത്രമല്ല, അദ്ദേഹത്തിന് ഇവിടെ മുന്നേറാനുള്ള എല്ലാ ആശംസകളും, ഇവിടെ സുഖജീവിതം നയിക്കാനുള്ള, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രം അദ്ദേഹത്തിന് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്യാനും സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീ ശങ്കര സുബ്രഹ്മണ്യനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-20 വർഷത്തെ പരിചയമുണ്ട് അദ്ദേഹം ജ്യോതിഷം വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. ജ്യോതിഷത്തെ യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിക്കുകയും ആവേശം കൂടാതെ ആ ശാസ്ത്രത്തെ ശാസ്ത്രമായി തന്നെ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഇത്തരം ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയത് പിന്നീട് യാഥാർത്ഥ്യമായിട്ട് വന്നിരുന്നത് എനിക്ക് പല അനുഭവങ്ങൾ എൻ്റെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ഒരു എന്താ പറയുക, ഒരു ഗുരുനാഥനോടും അതുപോലെ ഗുരുവായൂരപ്പനോടൊക്കെ ഉള്ള ഒരു അഗമ്യമായ ഒരു ഭക്തിയോടാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ ശാസ്ത്രം മറ്റുമുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ്റെ അനുഭവം ഉണ്ടാവട്ടെ എന്ന് മാത്രം. സുപ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ശങ്കര സുബ്രഹ്മണ്യൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഇന്നത്തെ സുദിനത്തിൻ്റെ പ്രത്യേകത ഗുരുപൂർണിമ ദിനത്തിൽ വളരെ ഗുരുത്വത്തോടുകൂടിയും സമാരംഭിച്ച ഈ മഹാസംരംഭത്തിന്, ഈ ജ്യോതിഷാലയത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. അയ്യപ്പസ്വാമിയുടെയും ഗുരുവായൂരപ്പൻ്റെയും ഗുരുനാഥന്മാരുടെയും എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും സുബ്രഹ്മണ്യൻ ലഭിക്കട്ടെ. ഇതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. സ്വാമി.